തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഒരു കണ്ടീഷണൽ ബെയിലിൽ വെളിയിൽ വന്നിരിക്കുന്ന ആളാണ്. അതുമാത്രമല്ല വിഷയം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒന്ന്, രണ്ടാമത് കേന്ദ്ര ഏജൻസികൾ പോലും പി.സി. ജോർജ് എന്ന നേതാവായിരിക്കുന്ന പാർട്ടി BJP പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഏജൻസികൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരു പ്രദേശത്ത് തന്നെ 400 ലവ് ജിഹാദ് സംഭവങ്ങളുണ്ട് എന്ന് പറയുക. എപ്പോഴും അദ്ദേഹം എന്ത് കാര്യം സംസാരിക്കുമ്പോഴും പറഞ്ഞ് അതിൻ്റെ എല്ലാം പുറകിലുള്ളതെല്ലാം എനിക്കറിയാം, പക്ഷേ അത് ഞാനിപ്പോൾ പറയുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എടുത്ത് പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ വന്നാൽ അത് എത്ര വലിയ ക്രിമിനൽ കാര്യമായിരുന്നാലും ശരി, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും എനിക്കറിയാം, ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അത് ആവർത്തിക്കുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ഇത്ര വലിയൊരു എണ്ണം ലവ് ജിഹാദ് സംഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള എല്ലാ ഏജൻസികളും വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒന്നാണ്. അതിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പി.സി. ജോർജിനെ പോലീസ് തന്നെ പി.സി. ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹം അതിന് കൂട്ടുനിന്നിട്ടുണ്ടോ? അദ്ദേഹം എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുന്നു, ഒരു കുറ്റകൃത്യം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം ബോധപൂർവ്വം നിർവഹിക്കാതിരുന്നതാണ്. ഇത് 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവന. ഒന്ന്, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ. അദ്ദേഹം BJPയിലേക്ക് പോയപ്പോഴേക്കും മനുവാദി ആശയഗതിയെ കേരളത്തിലും അങ്ങ് നടപ്പിലാക്കാമെന്ന് ഉള്ള ഒരു ധാരണയിലും ആ ആശയഗതിയോട് അനുകൂലമായി സംസാരിക്കുമ്പോൾ അവിടെ കേന്ദ്രത്തിലുള്ള RSSൻ്റെയും BJPയുടെ നേതാക്കൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുമെന്നും അതുകൊണ്ട് നേതൃത്വത്തിലേക്കൊക്കെ വരാമെന്നൊക്കെയുള്ള അദ്ദേഹത്തിന് വലിയ അജണ്ടകളുണ്ടാവാം. പക്ഷേ സംസാരിക്കുന്നത് എന്താണ്? ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ തകർക്കുന്നതിനെന്ന് മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ്, നിലപാടുകളാണ്, പ്രസ്താവനകളാണ് നടക്കുന്നത്. രണ്ടാമത്, ഈ പെൺകുട്ടികൾ അവരെ 10-18 വയസ്സായാൽ, അല്ല മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് ഈ ലവ് ജിഹാദ് ഇല്ല? പെൺകുട്ടികളെ 10-18 വയസ്സായാൽ 20-23 വയസ്സായാൽ ഉടനെ കല്യാണം കഴിച്ച് അയക്കണം. ഇത് അദ്ദേഹം പെൺകുട്ടികളുടെ എന്താണ് അവരുടെ ഭാവി തീരുമാനിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ പഠിക്കുകയോ ജോലിക്ക് ശ്രമിക്കുകയോ ജോലിക്ക് പോവുകയോ, അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വിവാഹമാണ് അവളുടെ അൾട്ടിമേറ്റ് ഒരു ഒബ്ജക്റ്റീവ് എയിം എന്നുള്ളിടത്താണ് ഇന്നും എത്രയോ നൂറ്റാണ്ടുകൾ പിറകിലാണ്. ഇന്ന് അദ്ദേഹം 21-ാം നൂറ്റാണ്ടിലാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ആലോചനയുമില്ലാതെ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് സ്ത്രീവിരുദ്ധത ഇത്രയും ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ പോലീസ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ കണ്ടീഷണൽ ബെയിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീണ്ടും ആ ഒരു കമ്മ്യൂണിറ്റിയെ വെറുപ്പും വിദ്വേഷവും വളർത്തുന്നതിനുള്ള അതിനുതകുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത് വളരെ ഗൗരവത്തിൽ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യണമെന്നാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കോലം കത്തിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും കേരളത്തിൽ നടക്കുന്നില്ലല്ലോ? അല്ല, ഇതൊക്കെ ഒരു കോലം കത്തിക്കൽ എന്നുള്ളതല്ല നിയമം. ആര് കോലം കത്തിക്കോ അതല്ല ഇവിടെ വിഷയം. ഒരു കോലം കത്തിക്കലിൽ അവസാനിക്കുന്നതാണ് അല്ല. ഒരുപാട് പേരെ കൊല ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഗുജറാത്ത് മുതൽ നമ്മളിങ്ങോട്ടേക്ക് കാണുന്ന വർഗീയ കലാപങ്ങൾ ആളിക്കത്തിക്കുന്നതിന് ഏതെല്ലാം വിധത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും വിദ്വേഷ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊന്ന് കേരളത്തിൽ ഉണ്ടാകാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ആര് കോലം കത്തിക്കുന്നില്ല, നീതിന്യായ വ്യവസ്ഥയും പോലീസും ഒക്കെ അവർ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതുമാത്രമല്ല, സ്ത്രീ വിരുദ്ധത ആവർത്തിച്ച് പറയുകയാണ്. പെൺകുട്ടികളെ പുറത്തു പോകുന്ന അദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് കൂടിയാണ് പെൺകുട്ടികൾക്ക്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. 10-22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ കണ്ടാൽ എനിക്ക് സന്തോഷം ഉണ്ടാകും എന്ന്. അത് വലിയ അപകടമാണ്. അദ്ദേഹം അങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് എന്നുള്ളതാണ്. ഇതൊക്കെ പോലീസ് വളരെ ഗൗരവത്തിലെടുക്കുകയും സ്വമേധയാ കേസ് കൊടുത്തുകൊണ്ട് സ്ത്രീ വിരുദ്ധത ഇങ്ങനെ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന ഈ വ്യക്തിക്കെതിരെ കേസെടുത്തുകൊണ്ട് നിയമ നടപടിയെ മുന്നോട്ട് പോകണം പോലീസ് എന്നാണ് പറയാനുള്ളത്.